This is iPhone 15. ഇനി iPhone 16 എടുക്കണോ അല്ലെങ്കിൽ iPhone 15 എടുക്കണോ? 15ഉം 16ഉം എടുത്താൽ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ഉപകാരങ്ങൾ നമുക്കുണ്ടാവും? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾ ഒരു iPhone 15ഓ 16ഓ എടുക്കാൻ പോകുന്ന കൂട്ടരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആകും. സോ ഇതേയുള്ള അടിപൊളി വീഡിയോസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു എവിക്ക. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്യാം. ഒന്ന്, ഈ പറഞ്ഞ ഐഫോണിലെ ഡിസ്പ്ലേ, 2 ക്യാമറ, 3 ബട്ടൺസ്, 4ാമത്തെ യൂസർ കേസ്. ഈ ഒരു യൂസർ കേസിൻ്റെ ഒപ്പം തന്നെ iPhone 15 നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്ത് മാറ്റണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എത്ര രൂപ ഈ പറഞ്ഞ 15 നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. 15 vs 16 യാതൊരു മാറ്റവും ഡിസ്പ്ലേയിലോ ഡിസ്പ്ലേ ടെക്നോളജിയിലോ ആപ്പിൾ വരുത്തിയിട്ടില്ല. സ്റ്റിൽ ഈ 2024-ലും 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് ഈ പറഞ്ഞ 16-ൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതോടൊപ്പം റിഫ്രഷിംഗ് റേറ്റിൽ ഏറ്റവും വന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ മിനിമം റിഫ്രഷിംഗ് റേറ്റ് 16-ൽ 1 ഹെഡ്സ് വരെയും പോകും. അല്ലാതെ യാതൊരു മാറ്റവും ഡിസ്പ്ലേ ടെക്നോളജിയിൽ ആപ്പിൾ കൊണ്ടുവന്നുള്ള സെയിം സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ തന്നെയാണ് 15-ലും 16-ലും ആപ്പിൾ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയർ 15 റിലീസ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ ടഫസ്റ്റ് ഗ്ലാസ്, അതായത് നമ്മുടെ ഈ പറഞ്ഞ സെറാമിക് ഷീൽഡാണ് ആപ്പിൾ പറഞ്ഞു. ഈ ഒരു വട്ടവും 16-ൽ ടഫസ്റ്റ് ഗ്ലാസ് ഓൺ എനി സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നുണ്ട്. യാതൊരു വ്യത്യാസവും ഈ പറഞ്ഞ 15-ലും 16-ലും ഡിസ്പ്ലേ ടെക്നോളജിയിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം ക്യാമറ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ 15-ലും 16-ലും മെഗാ പിക്സൽ വൈസ് നോക്കുകയാണെങ്കിൽ യാതൊരു മാറ്റവും ഈ പറഞ്ഞ ഡിവൈസുകൾ കാണാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫി നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, പക്ഷേ അധികം വലിയ ബഡ്ജറ്റ് പ്രോ എടുക്കാനുള്ള അത്രയും ബഡ്ജറ്റ് നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ 15 നിന്ന് 16-ലേക്ക് വരുമ്പോൾ കുറച്ചധികം നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ഒന്നാമത്താണ് ഫോട്ടോഗ്രാഫി സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഫോട്ടോസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും അതേപോലെ കുറേ പുതിയ എഫക്ട്സുകൾ ആഡ് ചെയ്യാനും 16-ൽ നമുക്ക് സാധിക്കും. അതേപോലെ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തപോലെ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് അല്ലെങ്കിൽ നല്ല രീതിക്ക് ഫോട്ടോ എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 16-ൽ നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫി വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് ക്ലോസപ്പ് ഷോട്ടുകളും അതേപോലെ നല്ല നേച്ചർ ഷോട്ടുകളും എടുക്കാൻ 16-ൻ്റെ ഈ പറഞ്ഞ ഡിവൈസിൽ സാധിക്കും. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ 15 സീരീസിൽ ഈ പറഞ്ഞ മാക്രോ ഫോട്ടോഗ്രാഫി നമുക്ക് അവൈലബിൾ അല്ല. അതോടൊപ്പം നിങ്ങൾക്കറിയാം 16 സീരീസിൽ മാത്രമാണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ക്യാപ്ചർ ബട്ടൺ വന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 15 to 16 മാറണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഈ പറഞ്ഞ 15-ൽ നിങ്ങൾക്ക് ക്യാമറ വലിയ യൂസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫി അത്ര വലിയ സ്കിൽഫുൾ അല്ലെങ്കിൽ 15-ന് 16-ലേക്ക് ക്യാമറയ്ക്ക് വേണ്ടി ജമ്പ് ചെയ്യുന്നത് ഒരു എന്താ പറയുക വേർത്തിട്ടായിട്ട് ഞാൻ പറയില്ല. പിന്നെ ക്യാമറ അലൈൻമെൻറ്റ് മാറിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ കാര്യം നമ്മുടെ സ്പേഷ്യൽ വീഡിയോഗ്രാഫിയാണ്. പക്ഷേ അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു സ്പേഷ്യൽ വീഡിയോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തിലാണ്? 3.5 ലക്ഷം രൂപ വില വരുന്ന വിഷൻ പ്രോയിനാണ്. വിഷൻ പ്രോ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. സോ ഈ പറഞ്ഞ സ്പേഷ്യൽ വീഡിയോഗ്രാഫിയും നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്കും അത് പോസിബിൾ അല്ല എന്നല്ല, റെക്കോർഡ് ചെയ്യാം, പക്ഷെ ഒരു സ്ഥലത്തും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് 3.5 ലക്ഷം രൂപയുടെ വിഷൻ പ്രോ കയ്യിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്പേഷ്യൽ വീഡിയോഗ്രാഫി നിങ്ങൾക്ക് പോസിബിളാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ സ്പേഷ്യൽ വീഡിയോഗ്രാഫിയും 16 എടുത്താലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനോ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യാനോ പറ്റുന്നതായിരിക്കില്ല. ഇനി പ്രൊസസ്സറിൻ്റെ കാര്യം നോക്കാം. iPhone 15 വരുന്ന A16 ആണെങ്കിൽ iPhone 16-ൽ വരുന്ന A18 പ്രൊസസ്സറാണ്. ഈ പറഞ്ഞ ഡിവൈസുകൾക്ക് കോറുകൾ, അതായത് 5 കോറും അതേപോലെ 6 കോർ GPU ആൻഡ് CPU ആണ് 2 ഡിവൈസിലും വരുന്നത്. പക്ഷേ റാമിലേക്ക് നോക്കുമ്പോൾ iPhone 16-ൽ 8 GB ഓഫ് റാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? ആപ്പിൾ ഇൻ്റലിജൻസിന് വേണ്ടി. ആ ഒരു ഏറ്റവും കൺവീനിയൻ്റ് ആയ ആപ്പിൾ ഇൻ്റലിജൻസ് നമ്മുടെ iPhone 15-ൽ നമുക്ക് ലഭിക്കില്ല. 16-ൽ ഈ പറഞ്ഞ പുതിയ സിറി ആനിമേഷൻസും അതേപോലെ ഏറ്റവും നല്ല പേഴ്സണലായിട്ട് നമുക്ക് എന്താ പറയുക ഇൻട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിറിയും iPhone 16-ലാണ് ലഭിക്കുന്നത്. നിങ്ങൾ ഡെയിലി ഈ പറഞ്ഞ സിറി യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറേ മൾട്ടിപ്പിൾ ടാസ്കുകളും കോംപ്ലക്സ് ആയ കാര്യങ്ങളും സിറിയായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാറുണ്ടെങ്കിൽ എന്തായാലും 16 ഡിവൈസുകൾ നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി ഒരു നല്ല ചോയ്സ് തന്നെയായിരിക്കും.
അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ സിറിയോ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ 16-ൽ ഈ പറഞ്ഞ സിറിയുടെ പോസിബിലിറ്റീസും നിങ്ങൾക്ക് നല്ല രീതിക്ക് കുറയുന്നുണ്ട്. ആൻഡ് അടുത്തൊരു കാര്യമാണ് നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസിലെ ബട്ടൺസ് എന്ന് പറയുന്നത്. നമുക്ക് 15-ൽ ആ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള റിംഗർ ആൻഡ് സൈലൻറ്റ് ബട്ടൺ ലഭിക്കുന്നുണ്ട്. പക്ഷേ 16ലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആക്ഷൻ ബട്ടൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ട്വീക്ക് ചെയ്യാനും അതേപോലെ കുറേയധികം ആക്ഷൻസ് യൂസ് ചെയ്യാനും പറ്റുന്ന ആ ഒരു ആക്ഷൻ ബട്ടണാണ് നമ്മുടെ iPhone 16 സീരീസിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കുറേയധികം ആക്സസിബിലിറ്റീസ് ഈ പറഞ്ഞ ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ iPhone 16-ൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി iPhone 15 എങ്ങനെയാണ് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ട്രേഡിംഗ് ചെയ്യുന്നത്, അതേപോലെ iPhone 16 നമുക്ക് എത്രത്തോളം വില കുറച്ച് കിട്ടും എന്ന് ചോദിച്ചാൽ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവാം. apple.com-ൽ ചെന്ന് കഴിഞ്ഞിട്ട് iPhone 16 നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് തൊട്ട് താഴത്ത് ഒരു ട്രേഡിംഗ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. ആപ്പിൾ ട്രേഡിംഗ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഏത് ഡിവൈസ് ആണെന്ന് നോക്കുക. iPhone 15 സെലക്ട് ചെയ്യുക. സീരിയൽ നമ്പർ നമ്മുടെ ഐഫോണിൽ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ആപ്പിൾ ചോദിക്കും. നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഡെൻറ്റുകളോ ബെൻഡുകളോ ഉണ്ടോ, സ്ക്രാച്ചസ് ഉണ്ടോ, അതേപോലെ ബട്ടൺസ് വരയ്ക്കുന്നുണ്ടോ എന്നിങ്ങനെ കുറച്ച് ചോദ്യം ചോദിക്കും. ഈ ചോദ്യങ്ങൾക്ക് ശേഷം ആപ്പിൾ തന്നെ നിങ്ങളുടെ ഡിവൈസിന് ഒരു പ്രൈസ് തരും. ഏകദേശം ഒരു 30,000 രൂപ മുതൽ 32,000 രൂപ 35,000 രൂപയായിരിക്കും iPhone 15 ആപ്പിൾ തരുന്നത്. അതിനുശേഷമുള്ള കാശായിരിക്കും ഈ പറഞ്ഞ iPhone 16 നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരിക. അങ്ങനെയാണ് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് iPhone 15 iPhone 16 ആയിട്ട് ട്രേഡിങ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡിവൈസ് iPhone 15 ആണോ 16 ആണോ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമെന്ന് ചോദിച്ചാൽ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. നിങ്ങൾ ഫോട്ടോഗ്രാഫി നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യുകയും വീഡിയോഗ്രാഫി നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ iPhone 16 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുക. അതേപോലെ സിറി നിങ്ങൾ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ റിമൈൻഡർ ഇടാൻ, അതുപോലെ കലണ്ടർ ആപ്പ് നോക്കാൻ, നിങ്ങൾ മ്യൂസിക് പ്ലേ ചെയ്യാൻ, അതേപോലെ ഇൻസൈറ്റ് നോക്കാൻ, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ സിറി യൂസ് ചെയ്ത് ഡെയിലി ലൈഫിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങളൊരു ഡെയിലി ബേസിസിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ iPhone 15-ലും ചെയ്യാൻ പറ്റും. ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ 15-ൽ നിന്ന് 16-ലേക്ക് മാറേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കുണ്ടാവില്ല. അല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ മാക്രോ ഷോട്ട്സുകളും കാര്യങ്ങളും ഫോട്ടോഗ്രാഫി സ്കില്ലുകളും നല്ല രീതിയിൽ കൂട്ടാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പ്രോ എടുക്കാനുള്ള അത്രയും ഫണ്ടില്ലെങ്കിൽ ഈ പറഞ്ഞ 16 നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷൻ മാറിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇതേപോലെ അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു so much for watching this whole video. This is Yebin Sabia signing from Evica.